കാടിന് നടുവിൽ 5 വോട്ടർമാർക്ക് ഒരു ബൂത്ത്. അത്ഭുതപ്പെടേണ്ട. വണ്ടിപ്പെരിയാർ പച്ചക്കാനത്തെ ബൂത്തിൽ 5 വോട്ടർമാർ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 29 പേരുണ്ടായിരുന്നു. അതിൽ ഒരാൾ മാത്രമാണ് വോട്ട് ചെയ്തത്. പേര് സിൽവസ്റ്റർ. 2 മാസം മുൻപ് ആ സിൽവസ്റ്റർ മരിച്ചു. ഇക്കാലത്തിനിടെ പലരും ഇവിടം വിട്ടുപോയി. സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, അതായത് SIR വന്നപ്പോൾ ബാക്കിയുള്ളവരും പുറത്തായി. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിലാണ് ഈ പച്ചക്കാനം ബൂത്ത്. പീരുമേട് മണ്ഡലത്തിലുള്ള കുമളി പഞ്ചായത്തിലെ മുല്ലപ്പെരിയാർ വാർഡിന്റെ ഭാഗമാണിത്. ഇവിടെ എത്താൻ തന്നെ വള്ളക്കടവ് വണ്ടിപ്പെരിയാർ വഴി 40 കിലോമീറ്റർ സഞ്ചരിക്കണം. അതായത് വണ്ടിപ്പെരിയാറിൽ നിന്ന് വള്ളക്കടവ് വഴി ഗവി റൂട്ടിൽ വനത്തിലൂടെ സഞ്ചരിച്ചു വേണം ഇവിടെ എത്താൻ. പ്രദേശത്തെ ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്ന തമിഴ് വംശജരാണ് ഇവിടുത്തെ വോട്ടർമാർ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 37 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴതെല്ലാം കുറഞ്ഞ് 5 വോട്ട് മാത്രമുള്ളത് കൊണ്ടായിരിക്കാം ഇവിടുത്തെ വോട്ടർമാരെ തേടി ഒരു സ്ഥാനാർത്ഥിയും എത്തിയില്ല. ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളെന്ന് പോലും ഈ വോട്ടർമാർക്കറിയില്ല. 925 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള പെരിയാർ കടുവ സങ്കേതത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും മുല്ലപ്പെരിയാർ വാർഡിലാണ്. പത്തനംതിട്ട ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന മുല്ലപ്പെരിയാർ വാർഡിന്റെ 3 അതിരുകളും വനമാണ്. മുമ്പ് താമരക്കണ്ടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വാർഡാണ് ഇപ്പോൾ മുല്ലപ്പെരിയാർ ആയത്. ഈ വാർഡിലെ പച്ചക്കാനം ബൂത്ത് മാത്രമാണ് വനമേഖലയ്ക്ക് നടുവിലായിട്ടുള്ളത്. മുമ്പ് ഈ ബൂത്ത് തേക്കടി വാർഡിന്റെ ഭാഗമായിരുന്നു. വലിപ്പത്തിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പഞ്ചായത്താണ് കുമളി. അതുപോലെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാൻ പ്രവാസികളുടെ ഒഴുക്കാണ് കാണാൻ സാധിക്കുന്നത്. വോട്ടെടുപ്പിൽ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനായി വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രവാസി ഘടകങ്ങളിലെ നേതാക്കളും പ്രവർത്തകരും കൂട്ടത്തോടെ എത്തി. വിമാനങ്ങളിൽ വലിയ തുക ടിക്കറ്റിനായി മുടക്കേണ്ടി വന്നിട്ടും അതൊന്നും വകവയ്ക്കാതെയാണ് പ്രവാസികൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്. UDF LDF മുന്നണികളുടെ അനുയായികളാണ് യാത്രക്കാരിൽ ഭൂരിഭാഗമെങ്കിലും NDA സ്ഥാനാർത്ഥികൾക്കായി വോട്ട് രേഖപ്പെടുത്താൻ വന്നവരും കുറവല്ല. തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണ രംഗത്ത് സജീവമാകാൻ ആഴ്ചകൾക്ക് മുൻപേ നാട്ടിലെത്തിയവർക്ക് പുറമെയാണ് വോട്ടിംഗ് ദിനത്തിൽ മാത്രം ലക്ഷ്യമിട്ട് പലരും എത്തിയത്. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥ വിമാന സർവീസുകളെ ബാധിച്ചത് ഇത്തവണ പല പ്രവാസികൾക്കും തിരിച്ചടിയായിട്ടുണ്ട്. മുൻപ് തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ പാർട്ടികളും പ്രവാസി സംഘടനകളും പ്രത്യേക ചാർട്ടേഡ് വിമാനങ്ങൾ ഏർപ്പെടുത്തി ആളുകളെ നാട്ടിലെത്തിച്ചിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ സാധാരണ സർവീസുകൾ പോലും പലതും മുടങ്ങിയതോടെ പലർക്കും വോട്ട് ചെയ്യാനെത്താൻ സാധിക്കാത്ത അവസ്ഥയുമുണ്ട്. എങ്കിലും ലഭ്യമായ വിമാനങ്ങളിൽ സീറ്റ് ഉറപ്പാക്കി ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പങ്കാളികളാകാൻ പലരും എത്തി. വോട്ടെടുപ്പ് പൂർത്തിയാക്കി ഉടൻ തന്നെ മടങ്ങിപ്പോകേണ്ടതിനാൽ വിമാനത്താവളങ്ങളിൽ നിന്ന് നേരിട്ട് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയവരുമുണ്ട്.